അമ്മയുടെ സ്റ്റോറി ടൈം ആണ്. കഴിഞ്ഞ കൊല്ലം 31 ഞങ്ങൾ ഉറപ്പിക്കലായിരുന്നു. ആൻഡ് ഫസ്റ്റിന് 31 അല്ലേ? ഫസ്റ്റിന് ഇച്ചുവിന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ വീട്ടില് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ രാത്രി ഞാന് ജസ്റ്റ് ഇച്ചുവിന് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് ഇട്ടു ഇൻസ്റ്റഗ്രാമില് വിത്ത് ലവ് ആൻഡ് പാണ്ട. ഓക്കെ, ലവും പാണ്ടൊന്നുണ്ടായില്ല, ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് മറ്റേ നോർമൽ വിശ്വസിന്റെ എന്താ മറ്റേ കേക്ക് അവരുടെ സാധനം അല്ലാട്ടാ. ഞാൻ ലവ് ഒക്കെ വെച്ചിട്ട് വീട്ടില് രാത്രി എല്ലാരും ഉണ്ടായിരുന്നു. കാരണം അന്ന് ഉറപ്പിക്കലായിരുന്നല്ലോ. അപ്പൊ മാമ ഫാമിലി, ചേട്ടന്മാര് ഫാമിലി എല്ലാരും വീട്ടിലുണ്ട്. അത് ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് സിയോടെ പറഞ്ഞ ചേച്ചി പാണ്ടൊക്കെ വെച്ച് അയക്കുന്നത്. ഞാൻ പാണ്ട വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഭയങ്കര ലിപ്സ്റ്റിക് അത് ഞാനത് വിട്ടു. എന്നിട്ട് ഇച്ചു പാവം 12 o'clock കറക്റ്റ് ഷാപ്പ് വിട്ടു. എന്നിട്ട് ഇച്ചു അപ്പൊ തന്നെ ഒരു താങ്ക് യു വിട്ടു. ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമോ കളഞ്ഞ് ആകെയാണ് തുടങ്ങി. യെസ്, ഇച്ചു വിചാരിച്ചു ഞാൻ രാത്രി ഫുള്ള് ഇച്ചിനും കൂടെ മെസ്സേജ് അയക്കാനുണ്ടാവുന്നു. പക്ഷെ ഞാൻ ആ ഒരു മെസ്സേജ് ഇട്ട് എന്റെ അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആകെയാണ് തുടങ്ങി. ഇച്ചാണെങ്കിൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് എന്റെ ഫോൺ നമ്പർ ഒന്നും വായിച്ചില്ല. അത് ഇപ്പൊ എല്ലാരും കളിയാക്കി. വെരി ബാഡ്. ഇത് മെസ്സേജ് അയക്കാന് എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈ മെസ്സേജില് താങ്ക് യു വിട്ട് ഞാൻ കാലത്ത് ഒരു സ്മൈലിങ് ഗുഡ് മോർണിംഗ് എന്തോ വിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചൊരു വോയിസ്, അത് നമ്പറൊക്കെ ചോദിക്കാമോ, നമ്പർ ചോദിക്കാൻ പാടോ, എനിക്ക് അറിഞ്ഞൂടാ, നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു വോയിസ് ഉണ്ടല്ലേ അന്ന് ഫസ്റ്റിനെ സെപ്റ്റംബർ 1 ഉറപ്പിച്ച് 31 ഓഗസ്റ്റ് 1 സെപ്റ്റംബറിലാണ് ഈ മെസ്സേജ്. വോയിസ് നമ്പറൊക്കെ ചോദിക്കാൻ പാടോ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ തന്നെ അന്ന് ചിപ്പച്ചാണ്ടും പപ്പയും ഉണ്ടായിരുന്നു. പപ്പ മെസ്സേജ് അയക്കും, ഞാൻ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു വീണ്ടും ഫ്രണ്ടില്. അപ്പൊ ചിപ്പച്ചാണ്ട് ചിരിക്കണ വോയിസ് ഇട്ടിട്ട് അത് ഞങ്ങൾ മൂന്നെങ്കിലും പപ്പ തിരിച്ചു പോവാൻ നിൽക്കായിരുന്നു. അപ്പിക്കലിന് വന്നിട്ട് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് പോട്ടെ സാല. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫാൻസി കടയിൽ വന്നേക്കാണ്. എല്ലാം കാണാനും ഇവിടുത്തെ സ്മെല്ലും ഭയങ്കര മൗത്ത് വാഷിംഗ് ആണ്. ഫസ്റ്റ് ഓർഡർ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയും ആൻഡ് ദിസ് സാധനം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൾ പേര് പറഞ്ഞിരുന്നു, വിട്ടുപോയി. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. നൈസാണോ? എന്നോ അയച്ചരാ. ഇതിപ്പോ 11 മണിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർ ഇപ്പൊ നല്ല തിരക്ക്. സീറ്റ് ഒന്നുമില്ല. കഴിക്കാൻ ചോദിച്ചോ? എന്നിട്ട് പറ. എങ്ങനെയുണ്ട്? ഇത് ബനാന നല്ല ടേസ്റ്റ്. ബനാന ഇത് നൈസ്. ഇത് അടിപൊളിയായിരുന്നു. കുറച്ച് ബാക്കിയുണ്ടല്ലോ. ഇത്
ശരിക്കും ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി, ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണി അല്ലേ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇവിടെ സെൽഫ് സർവീസിനുള്ള ഇത് മോക്കയാണ് കേട്ടോ. എന്തത് ചോക്ലേറ്റ് കുറവാ ആണോ? ഇത് ഡാർക്ക് കളറായിരുന്നു. ആ മതാമയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഓണർ. കടയുടെ പേര് റെഡ് ചോക്ലേറ്റ്, റെഡ് ആൻഡ് ചോക്ലേറ്റ്. നമ്മള് ബ്രെഡ് ആൻഡ് ചോക്ലേറ്റിന് ഫുഡ് കഴിച്ചു. അവിടുത്തെ അടിപൊളി വൈബാണ്. കൈൻഡ് ഓഫ് UK വൈബും കിട്ടി. നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി കടയിലാണ്. കട കിട്ടി. ഹാപ്പി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു ബ്രൗണിയും 2 മോക്കയും പിന്നെ വേറെ ഒരു പേരറിയാത്തൊരു സാധനം കഴിച്ചു. ആ ബ്രൗണിയും സാധനം അടിപൊളിയായിരുന്നു. മോക്ക കൈൻഡ് ഓഫ് ആവറേജ് ഉള്ളൂ. നമ്മൾ ഇന്നലെ കഴിച്ച മോക്ക കൈൻഡ് ഓഫ് അടിപൊളിയായിരുന്നു. ഈ കട നല്ല വൈബാണ്. ഫുൾ ഇംഗ്ലീഷുകാർ പോലത്തെ ആൾക്കാർ, സ്റ്റൈലിഷ് പീപ്പിൾ. ഫാൻസി കടയാണ്. ബില്ല് കേട്ടപ്പോൾ 650 രൂപ. മറ്റേ രണ്ടിന് റേറ്റ് എത്രയാണെന്ന് പോലും അറിയില്ല. അതിന്റെ ബില്ലൊന്നും കണ്ടില്ല. പിന്നെ അവിടെ അടിപൊളി ബ്രെഡ് ഒക്കെ ഫ്രഷ് ബേക്ക് ചെയ്യുന്നതാണ്. ഒക്കെ അപ്പം കഴിച്ചിട്ട് പോകുന്നു. അവിടെ കയറണ റേറ്റ് നോക്കൂല. കാരണം ആ ഒരു റിച്ച് ഫീൽ കിട്ടും. ലേറ്റാ മരുന്ന് കഴിക്കുന്നു. ഞാനും കഴിക്കാൻ പോവാണ്. രണ്ടുപേർക്കും പനിക്കുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് പനിയുണ്ട്. വരാൻ പോണ. In 300 meters, turn right onto Bengalamangkoil Street, Irumbai Mesal Road. നമ്മളിപ്പോ ഒരു സ്ഥലം കണ്ടിരുന്നു. അവിടെ കാർ പാർക്കിങ്ങിന്റെ റേറ്റ് 150 rupees. അവിടെ മെഡിറ്റേഷൻ മാത്രമുള്ളതാണ് അവർ പറഞ്ഞേ. കാണാൻ പ്രത്യേകിച്ച് ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് കാണാനൊന്നും ഇല്ലെങ്കിൽ വിൽ കം ബാക്ക് ആൻഡ് കയറി നോക്കാം. ഈ രസമുണ്ടല്ലേ ഫുള്ള് സ്ക്രീൻ. കാട്ടിക്കൂടെ പോവാണ്. റോഡ് കഴിഞ്ഞു. കണ്ടുവിന്റെ അടുത്ത് പറഞ്ഞാലും ഇങ്ങനത്തെ വഴി കൂടെ മാത്രമേ പോവുള്ളൂ. എങ്ങോട്ടാന്ന് വെച്ചിട്ടാ അറിയില്ല. നമ്മൾ ഉള്ളിക്കൂടെ വന്ന് ഇപ്പൊ ഒരു സ്പാ സെന്റർ കഴിഞ്ഞു. ഇതൊരു ഉപാസന ഫാഷൻ ഷോ സ്റ്റൈലിംഗ് സെഷൻ എന്നൊക്കെ എടുക്കുന്നത്. ഇവിടെ ഫുള്ള് ഒക്കെ സായിപ്പുമാരാ. മറ്റേ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരു ഫോറസ്റ്റ് ഒരു ഏരിയ ആണ്. പക്ഷെ അതിനുള്ളിൽ ഫുള്ള് ഈ ഓരോന്റെ ഓരോ ഐറ്റംസ്, സ്പാ കാര്യങ്ങള്, പെർമനന്റ് എക്സിബിഷൻ. ഡാം ഉണ്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഇപ്പൊ കുറച്ച് ഈ ബിൽഡിങ്സും വീടും കാണും. പക്ഷെ ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ടർഫ്ലൈ ഇത് ആ സേവ് ഡാമിന്റെ ഈ സാധനം പേടിയാ. നമ്മൾ ഏതൊക്കെ കാട്ടിക്കൂടെ വന്ന് ഇങ്ങനെ പോകുന്നു. നേരത്തെ ഒരു കീരിനെ കണ്ടു. ഒരു ഐഡിയ ഇല്ല. ഡാം എവിടെയാണോ? ഡാം ഈ വഴിയായിരിക്കും. ഡാമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എവിടെയാണ് ഡാം? ഇതൊക്കെ റിസോർട്ടാണോ വീടുകളോ? ട്രൈബൽ ആൾക്കാരുടെ വീടാണോ ഉള്ളത്? ട്രൈബൽസ് അല്ലല്ലോ. ഇത് കഴിഞ്ഞതാണ്. ടാറിട്ട് റോഡ് കഴിഞ്ഞു. പഴയ ടൈപ്പ് വണ്ടി, സ്കൂട്ടർ കാര്യങ്ങളൊക്കെ. ആ കണ്ട നിറച്ചും അടിപൊളി. എന്നിട്ട് പറയാം മുകളിൽ മരങ്ങൾ. സൂപ്പർ സ്ഥലമാണ്. പക്ഷെ ഇത് പൂട്ടിയിട്ട് വർഷങ്ങളായി തോന്നുന്നു.
ഇത് കൈൻഡ് ഓഫ് പ്രേതാലയം പോലെ ഉണ്ടല്ലേ, പഴയ ബൈക്ക്. പട്ടീനെ നോക്കടി നീ, പട്ടീനെ നീ സാധാരണ നോർമൽ നടക്കണം നടക്ക്. ഡിറ്റയ്ക്ക് പട്ടീനെ പേടിയാണ്. ആ പട്ടിയുടെ ഞാൻ മൂക്കമ്മ ചവിട്ടിയ ആ പട്ടി ജീവൻ കൊണ്ട് ഓടി, പക്ഷെ കടിച്ചില്ല. പന നമ്മള് നേരത്തെ എന്തോ ഡാം കണ്ടില്ലേ, ആ ഡാം എന്ന് പറയുന്ന കടയുടെ പേരാണ്ടാ ചമ്മിപ്പോയി. ഇത് ഞായറാഴ്ച ക്ലോസ്ഡ് ആണ്. ഇത് ഇവിടെയൊക്കെ വേറെ ടൈപ്പ് കൈൻഡ് ഓഫ് കഞ്ചൻ വൈബുള്ള റെസ്റ്റോറൻ്റ് ആണല്ലേ. പക്ഷെ ഒരു രസമുണ്ട് കേട്ടോ, നിറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നല്ല റിലാക്സ് ചെയ്യാനൊക്കെ ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാം. ആൾക്കാർ ഈ വീഡിയോക്ക് അത് ആ ചേച്ചി സംസാരിച്ച ചേച്ചിയുടെയാണ് ആ സാധനം. സുദാസ് കിച്ചൻ ഇത് അതിന്റെ അപ്പുറത്താണ് മറ്റേത്. ഇവിടെ വല്ല യോഗ സെന്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കി, ഒരു എല്ലാ ലൈറ്റ് കിട്ടാൻ വേണ്ടിക്ക് എല്ലാ സൈഡിൽ നിന്നും മുകളിലും 2 നിലയ്ക്ക് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ്. നൈസ്. എനിക്കത് ഫ്രഞ്ച് സ്റ്റൈലാന്ന് തോന്നുന്നു. ഡിറ്റ ഒന്ന് പേടിച്ചു, വഴിയിലൊരു പാമ്പിനുണ്ട് പേടിച്ചു കാറില്. ഇതെന്താ ബാങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒക്കെ കഫേയാണ്, പക്ഷെ ഇത് ഓപ്പണല്ല, ഞായറാഴ്ച ഭയങ്കര വൈബുള്ള സ്ഥലമുണ്ടോ. നിങ്ങളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിക്കൂടെ പോകരുത്, തോന്നിയ വഴിക്കൂടെ പോവാ. അപ്പൊ നല്ല നല്ല സ്പോട്ടാണ്. സോ ഗൈസ്, നല്ല വെയിലാണ്, ചൂടാണ്, നടന്ന് വയ്യാണ്ട് അപ്പം വേർത്തു. അത് ഓറവില്ല അവിടെ അവിടെ അതിൽ കാണില്ല. ആ ഗ്ലോബിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോണേ കാണാൻ പോണേ. അടച്ച് ചെന്നിട്ട് നോക്കാം. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനാണ് ഉള്ളിൽ കയറിക്കണം. ആ ചേട്ടൻ ചോദിച്ചു ടിക്കറ്റ്, ഇച്ചു ആളിനെ സ്കിപ്പ് അടിച്ച് ഓടി വന്ന് അതിന് ബാക്കിൽ കൂടെ വരുമെന്നാണ് എൻ്റെ പേര്. ഇച്ചു പറയുന്നത് മൈൻഡ് ഉണ്ടോ അയാളടുത്ത് പോയിട്ട് കൊടുക്കാൻ ഇച്ചു നമ്മൾ സ്ഥലത്ത് കയറുമേ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ 2 കിലോമീറ്റർ ബാക്കി കിടക്കണം. നീ നടക്കോ? അതെ, ഞാനപ്പോ അങ്ങനെയാണ് ഈ സ്ഥലം കാണണ്ടെന്ന് വെച്ചു. ഇത്രയും വെയിൽ തിരിച്ചു കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ വാശി പിടിച്ചിരിക്കില്ല. അവിടെ സംസാരിക്കും. ഇതാണ് ഞങ്ങൾ നടന്നു പോണ വഴി. ഗ്ലോബ് കാണുന്നു. നമ്മളെത്തി ഗൈസ്. ദിസ് ഇസ് ഇറ്റ്. ഈ അമ്പലം കാണാനാണ് ആൾക്കാർ വരുന്നത്. The mother said that there would be a park of unity and at Taivilun she said Matri Mandir, translated as the mother shrine. 1971. അന്നാണ് 1971 സ്റ്റോൺ വാസ് ലേറ്റ്. 73 19 hours 25 4 pillars exactly the same. And mother left her body. ഏത് മദറാ? ഇത് ഇത് കാണാൻ വേണ്ടി മാത്രം ജീവികൾ ഓടിപ്പോണ്ടല്ലോ. ആ ഡാം അഞ്ചത്തേക്ക് ശരിക്കും ഇതൊരു 5 വർഷം കഴിയുമ്പോ വായിച്ചോക്കട്ടെ. ഗാർഡൻസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ്, ലൈറ്റ്, ലൈഫ്, പവർ, വെൽത്ത്, യൂട്ടിലിറ്റി, പ്രോഗ്രസ്, യൂത്ത്, ഹാർമണി ആൻഡ് പെർഫെക്ഷൻ. ഇത് പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് പോകണ വൈബാണ്. പക്ഷെ ഇത് 5 വർഷം പിടിക്കുന്നോളൂ. പക്ഷെ ബാനിയൻട്രി ഏതാണ് ഇതിൽ 100 years ഓഫ് അതൊക്കെ ഏതാണ്? അതാണോ ആ ബാനിയൻട്രി? അതാണോ മറ്റേ ആൽമരാണോ? മരം വലിയ മരം കണ്ട? ഈ മരത്തിന്റെ ഇപ്പുറത്തെ മരം അതായിരിക്കും.
ഇത് ഇനോഗ്രേഷൻ 1968 ആ തറക്കല്ലിട്ടായിരിക്കടി. ഇതാണോ കല്ല്? ഇതല്ല, തറക്കല്ലാണ് എഴുതിച്ചിട്ടുണ്ടല്ലോ 72 റെഡ് സാൻഡ്സ്റ്റോൺ. അത് ആറായിരിക്കും. ഇത് ഏതാ മദർ? ഭാവിയിൽ അമൃതമ്മായി പോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഫേമസ് ആയിരിക്കും. ഇതാണ് ലേക്ക്. നമുക്ക് ആകെ ആക്സസ് ആയിട്ട് ഇത്ര ഏരിയ ആക്സസ് ഉള്ളൂ. ഇതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 150 ആണെന്ന് തോന്നുന്നു. നമ്മൾ പൈസ കൊടുക്കാത്ത കാരണം നമുക്ക് റേറ്റ് അറിയില്ല. ഇത് ആയോടി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബ് ഇവിടുന്ന് കാണാം, ഒരു ഫോട്ടോ എടുക്കാം. എനിക്കോടെ ഞങ്ങൾ വേറെ പല എൻട്രി സ്പോട്ടിൽ പോയി. അത് വേറെ വ്യൂ തന്നെ ആയിരിക്കും, ഇതുപോലെ സെയിം വ്യൂ തന്നെ ആയിരിക്കും. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലേക്ക് 1 കിലോമീറ്റർ ഫുൾ സർക്കിൾ അടിക്കും. ഇത്ര ഡെപ്ത് ഉണ്ട്. 7.5. പിന്നെ ഇതിലൊരു ബാനിയൻ ട്രീ ഉണ്ട്, അതായത് 50 മീറ്റർ ഡയാമീറ്റർ ഉള്ളതൊക്കെ. പക്ഷെ ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ വാക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും. ഒരു ഈവനിങ് വന്ന് വാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ആകെ ഇത് കാണാൻ വേണ്ടി 150 രൂപയാണെന്നെ വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ്. ബട്ട് വി സേവ്ഡ് 150 റുപ്പീസ്. പിന്നെ ടിക്കറ്റ് നമ്മുടെ ഫാമിലി മുന്നേ ഇറങ്ങിപ്പോയിന്ന് പറയും, പേടിത്തോണ്ടി. ഇതപ്പോൾ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 2 2 പോരാ, കാരണം അത്രയും ഏത് 5 years മിനിമം പിടിക്കും. അപ്പോൾ പിടിക്കും. പക്ഷെ എന്നാലാണ് ഇത് മസ്റ്റ് വിസിറ്റ് പറയുള്ളൂ. ഇത് ജസ്റ്റ് ഗ്ലോബ് കാണാൻ മാത്രം, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ഒക്കെ നടക്കാനുണ്ടെങ്കിൽ രസേന. പക്ഷെ അപ്പൊ ഇവരിതൊക്കെ എന്താ മെയിൻറ്റെയിൻ ചെയ്തണോ? കാശ് കിട്ടുന്നുണ്ടല്ലോ. ഇത് ഏകദേശം എനിക്കൊരു 10 നല്ല ഏക്കർ ദൂരമുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഫുൾ സർക്കിൾ അടിച്ചു. അവിടെ അടിപൊളി സ്പോട്ടാണ്. ഫുൾ ഇംഗ്ലീഷുകാരും മദാമ്മമാരും സായത്തും. മദാമ്മമാരെല്ലാവരും എല്ലാവരും ബൈക്ക് ഓടിച്ച് പോണേ. അതും സ്പ്ലെൻഡർ ബൈക്ക് കിട്ടാ. അപ്പോൾ ഇത് ഞാൻ പറയും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒന്നും ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ മസ്റ്റ് വിസിറ്റ്, ഇതിൻ്റെ റൗണ്ട് അടിക്കുന്ന മസ്റ്റ് വിസിറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് വരണ്ട, ഇതിൻ്റെ പുറത്ത് റൗണ്ട് അടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. കുറേ നല്ല കാട് കാണാം. ധൈര്യം ഉണ്ടെങ്കിൽ കണ്ണുള്ളിൽ കൂടെ നടക്കാം. പക്ഷെ ഡിറ്റയ്ക്ക് ധൈര്യം ഇല്ലാത്ത കാരണം കാട്ടിക്കൂടെ നടക്കാൻ പറ്റില്ല. ഇത്രയും വലിയ പാമ്പിനുണ്ട്. ഡിറ്റ വലിയ പാമ്പിനെ കണ്ടു. ഞാൻ ഒരു കീരിനെ കണ്ടു. നീ കണ്ടില്ലേ കീരിനെ കണ്ടു. അതിന് നടക്കുകയാണെങ്കിൽ വൈബാണ്. അപ്പം കാണാം. എന്താണ് ഇത് വീഡിയോ? ആ ട്രീയുടെ പേരിന് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അല്ല, അത് സ്റ്റാർട്ട് മോളിന് താഴേക്കോ. അത് വേറെ ട്രീ ആണെന്നുള്ള അതിന്റെ കണക്ഷൻ. അതൊക്കെ സെയിം തന്നെയാ. പക്ഷെ ഈ മരത്തിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഈ മരം ഇങ്ങനെ ഇതാണ് ഇവർ പറഞ്ഞ ബാനിട്രി 50 മീറ്റർ ഡയാമീറ്റർ ഉണ്ടെന്ന് പറയണേ. അതുണ്ടോ? ഇതാണ് മെയിൻ മരം. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ റൂട്ട് പോയിട്ട് ഇത് മരങ്ങളായി ഒക്കെ മരങ്ങൾ. ഇതേതാ മരം അറിയണ ആൾക്കാർ പറയുക. ഇതാണോ ബാനിയൻ ട്രീ? ഇതിങ്ങനെയാണോ 50 മീറ്റർ ഡയാമീറ്റർ ഉദ്ദേശിക്കുകയെങ്കിൽ മേ ബി കറക്റ്റായിരിക്കും. അത് മൊത്തം എന്നാലും 50 മീറ്റർ. ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കാട് പോലെ വളരായിരിക്കും ഒറ്റ മരത്തിൽ നിന്ന്. പക്ഷേ ഈ മരം ചതില് പിടിച്ചു തുടങ്ങിയോ, നശിച്ചു തുടങ്ങിയെന്നോണു. ഞാൻ വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്നിൻ്റെയും പേരൊന്നും അറിഞ്ഞൂടാ. ജസ്റ്റ് കാറ് പാർക്ക് ചെയ്ത് ആൾക്കാർ കയറുന്ന സ്ഥലത്ത് ഞങ്ങളും കയറുന്നു. അത് റെസ്റ്റോറൻറ്റ് വെച്ചു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. കാലത്ത് സ്വീറ്റ് അയച്ച് കഴിച്ചോണ്ടേ തമിഴിലേക്ക് ഫുൾ തന്നെയാണ്. തുണികളാണ് അവിടെ. ക്യാമറ യൂസ് ചെയ്യുന്നില്ല. 10,000 റുപ്പീസ്. അല്ല, സോപ്പിന് 600. 950 600 ഉണ്ടായിരുന്നു. സോപ്പിന് 600 കാശ്. ഒരു വലിയ സാധനം കണ്ടു, വലിയ ടാങ്കില്. അതിന് 10,000 റുപ്പീസ്.
ഫ്ലവർ ഒക്കെ വയ്ക്കുന്ന പുറത്തേക്ക് ചട്ടിയില്ല. അത്രയും വലിയ ഫ്ലവറിൻ്റെ അതിന് 10,000 rupees. ഓക്കെ, ഇവിടെ നമുക്ക് ഫുള്ള് നോർമൽ നമ്മൾ ഷോപ്പിൽ കഴിക്കാൻ സാധനങ്ങളാണ്. ലൈക്ക് ചില്ലി ചിക്കൻ, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസ്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് വല്ല വെറൈറ്റി സ്ഥലം ഉണ്ടോ നോക്കാം. ഇവിടെ കൊറിയൻ ഡിഷസ് ഉണ്ട്, സൂഷി ഐറ്റംസ് ഒക്കെ. പക്ഷെ നമുക്ക് അത് വേണ്ട, റോ ഐറ്റംസ് വേണ്ട, നമുക്ക് ട്രാവൽ ചെയ്യണം. സോ നമുക്ക് വേറെ കഫേയിലെങ്ങാനും കയറിയിട്ട് വെറൈറ്റി ഐറ്റംസ് കഴിക്കാം. ഗൈസ്, വി ഫൗണ്ട് ദി മദർ. ഇതാണ് അവിടെ എഴുതിയിരുന്ന മദർ, ശ്രീ ഓറോബിന്ദോ ദി മദർ, ദി അഡ്വെന്റ് ഓഫ് എ ന്യൂ വേൾഡ്. അമ്മയുടെ സൈൻ ഉണ്ട്. ഇത് പക്ഷെ മറ്റേ ബ്ലാക്ക് മാജിക്കിന്റെ സൈൻ പോലെ വേസ്റ്റാണ്. ഇത് യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ എന്തോ. ഈ മദർ വരച്ച ഡ്രോയിങ് ആണ്. ഒരു കൊച്ചിനെ വാട്ട് ഈസ് യോഗ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലൈക്ക് ഈ താഴത്തെ ഈ സാധനമാണ് മെൻ ആൻഡ് ദറ്റ് ഈസ് ദ ഡിവൈൻ അറ്റ് ദി ടോപ്പ്. അപ്പോൾ അവിടേക്ക് എത്രയും ഹ്യൂമൻ ലൈഫ് നോർമലി ഇങ്ങനെ 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 അങ്ങനെയാണ് അവിടെ പോയി എത്തണത്. പക്ഷേ ഈ സ്ട്രെയിറ്റ് ലൈൻ, ദറ്റ് ഈസ് യോഗ ചെയ്യുന്ന ആൾക്കാർ ഡിവൈനിലേക്ക് ഇങ്ങനെ എത്തും. You do yoga, so you don't have to go like this. You can go straight. ഞാൻ അവിടെ സ്ട്രൈറ്റ് പോയിട്ട് ഞാൻ അവിടെ എത്തി. ഇന്ത്യൻസ് ഇതൊക്കെ ബിലീവ് ചെയ്യുന്ന പക്ഷേ ഫ്രഞ്ച് പീപ്പിൾ അവർ ഇന്ത്യൻസിൻ്റെ ഏൻഷ്യൻറ്റ് സംഭവങ്ങൾ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദേ വിൽ ഫീൽ ലൈക്ക് സാധനം കണ്ടുപിടിച്ചു. പോണ്ടിച്ചേരി അല്ല വൈഫ് ഇപ്പൊ നടത്തുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് 1960 ഈ പെണ്ണ് ആശ്രമം തുടങ്ങി. അല്ല 1920 ഈ ആശ്രമം ഓൾറെഡി ഉണ്ട്. ആ പെണ്ണത് ഇൻചാർജ് എടുത്തുന്നുള്ളൂ, അത് നോക്കി നടത്തുന്നത്. പിന്നെ 1950 ആ പെണ്ണ് ഒരു റൂമിൽ കയറിയിട്ട് ബോഡീൻ്റെ സെൽസ് ഡിവൈനിലേക്ക് മാറ്റാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ റൂമിനകത്തിരുന്നു. 68 ഷി ലെഫ്റ്റ് ബോഡി ഇൻ 73. എന്തൊക്കെയല്ലേ. മറ്റേ സ്റ്റേറ്റ് മാർക്കുള്ള സംഭവം അത് ഇവരുടെ ഈ പെണ്ണിനെ ഇവനെ വെച്ച് ടോട്ടലായിട്ട് പഠിച്ചു നമ്മ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി. കോമഡി ആയിട്ട് തോന്നി. ഫാദർ ഓഫ് യോഗ അടിച്ചു നോക്കണോ? ഇയാളാണ് യോഗ കണ്ടുപിടിച്ചത്. മേബി സംതിങ് അതിലുണ്ടാവും. യോഗ കണ്ടിട്ടുണ്ടോ? അതല്ല, അതുണ്ട്. ഇയാള് എന്തെങ്കിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഇത്ര മണ്ടന്മാരെയാണോ ടു ബിലീവ് ഓൾ ദിസ്? അപ്പൊ തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല, എല്ലാരും മണ്ടന്മാരല്ലേ? പ്ലീസ്, അതാ പറഞ്ഞ അത് ഒരേ ആൾക്കാരുടെ ഇതാണ്, ബിലീഫാണ്. അതിന് നമ്മ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും. സോ ഈ വർഷം ഞങ്ങൾ പാസ് എടുത്തു, കാശൊന്നുമില്ല. സൺഡേ ആഫ്റ്റർനൂൺ ക്ലോസ്ഡ് എന്ന് ഹൈലൈറ്റ് കൊടുത്തേക്കണം. ഇന്ന് സൺഡേ അല്ലേ? ഓക്കെ, ഇത് 1.5 kilometer 30 minutes വാക്ക് എന്നാണ് ഇരിക്കണേ. ഇത് അവിടേക്ക് തന്നെയാണ് എത്തണേട്ടാ. ഇതിൽ കൂടെ പോയിട്ട് അങ്ങടെ തന്നെ എത്തുന്നു. നേരത്തെ നമ്മൾ പോയി സ്ഥലത്തേക്കാണ് നടക്കാൻ പോണേ. നേരത്തെ കൊറേ പേര് നടന്നു തന്നെ കണ്ടില്ലേ?
ഇവിടെ എന്നിട്ട് കഴിക്കാനുള്ളത് നോക്കാം. കുറച്ച് ഹംഗറി ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് സ്നാക്സ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു ലസ്സി മേടിച്ച് കുടിക്കുന്നു. ഇസ് ഇറ്റ് ഗുഡ് ഡിറ്റ? നല്ലതാണ്. വൈബിലാണ് വൈബ്. പക്ഷെ ഇതൊക്കെ ഈവനിങ് സ്പോട്ട്സ് ആണ്. പക്ഷെ നമ്മളത് ആദ്യത്തെ തിക്നെസ്സില്ല കഴിക്കാൻ പറ്റിയ സാധനം അല്ലേ? നല്ല സുഖം കിട്ടി. വൈബുള്ള സ്ഥലം പോലെ ഉണ്ടല്ലോ. പക്ഷെ ഈ വെയിലാണ് പ്രശ്നം. വെയിലും കൂടി ഇല്ലെങ്കിൽ ഫുൾ ചെല്ലും അതിൻ്റെ അതിന്. ഇതിപ്പോ ടയേർഡ് വരുന്നുണ്ട്. ഇന്നലെ ഇച്ചിരി പനിയായിരുന്നില്ല. ഇന്നെന്റെ ഇച്ചിന്റെ പനിയൊക്കെ മാറി. ഇച്ചു പെണ്ണുങ്ങളെ നോക്കാണ്. വെരി ബാഡ്. ഞാനാണ് കാണിച്ചു കൊടുത്തേ. എന്നാല് ഞാൻ ജസ്റ്റ് അങ്ങനത്തെ ഡ്രസ്സിന് ഞാൻ വാങ്ങിക്കിട്ടെ. നല്ല ഭയങ്കര അത് രണ്ടും വേറെ വേറെ ആൾക്കാരെ പക്ഷെ സെയിം ഡ്രസ്. സ്റ്റുഡിയോ അല്ല, പെണ്ണുങ്ങൾക്ക് സെയിം ഡ്രസ് കാണുമ്പോ ദേഷ്യം വരും എനിക്ക് തോന്നണം. ബോയ്സ് ദേഷ്യം വരും. പക്ഷെ മറ്റേ യൂട്യൂബ് വീഡിയോസ് കാണില്ലേ, ബോയ്സ് സെയിം ഇടുമ്പോ എന്ന് കാണിക്കുന്നത്. പക്ഷെ ഗേൾസ് സെയിം ഇടുമ്പോ കുശുമ്പ് കാണിക്കണം. റേറ്റും പറയണം. പറയാ ഞാൻ 500 200 വീണ്ടും വിഷമം വരും അല്ലേ? ആ പിങ്ക് കളറ് സെയിം ഡ്രസ് അപ്പുറത്തെ കണ്ടിരുന്നു. അത് വേറെ കണ്ടായിരുന്നു. അതിന് വേറെ തൊപ്പിങ്. പക്ഷെ ഇത് ചെറുതായിട്ട് നാളിന്റെ കട്ടില്ലേ? അല്ല അടുത്തൊന്നുമില്ല. തൂരിന്ന് തുറക്ക് പിടിച്ചോ. എന്നെ കേച്ചു. താങ്ക് യു. വാട്ട് ഉണ്ട് ഇവിടെ ഇതിന്റെ ഹാർമണി ഹാൾ, പ്രോഗ്രസ് ഹാൾ, ശ്രീ ഓരോബിന്ദു ഓഡിറ്റോറിയം, ഇന്റർനാഷണൽ സോൺ ഓഫീസ്, ഇന്ത്യ സ്പേസ്, കലാകേന്ദ്ര. ഒന്നുമില്ല സത്യത്തില്. ബട്ട് നമ്മ നടക്കും. ഇന്ന് ഫുള്ള് വാക്കിംഗ് ആണ്. ചെന്നൈ എയർപോർട്ട് പിക്കപ്പ് 2800 ആണ്. നൈസ്. ഞാൻ നടക്കാം. അവിടെ എത്തിയിട്ട് വന്നിട്ടാണ് കാണിച്ചു തരാം ഗൈസ്. ബൈ. എക്സിബിഷൻ ഓഫ് ഒഡീഷ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നു. ഇതിന്റെ ഓപ്പണിംഗ് ആ 9 AM to 4:30. സൺഡേ ഓപ്പൺ ആണ്. ഇത് കൺസ്ട്രക്ഷൻ ആയിട്ട് ഒരു ഇതോടില്ലാണ്ട് ഇങ്ങനെ തന്നേക്കാണ്. ഇത് ഓഡിറ്റോറിയം തോന്നുന്നു. പോയി നോക്കാം. ഇതാണ് എക്സിബിഷൻ. കലാകേന്ദ്ര ഗാലറി. ഓ രണ്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ആ പോയിന്റ് കാണാൻ ഇവിടെ 25 rupees per person. എക്സിബിഷനിൽ 25 രൂപയും പിന്നെ അതൊരു പപ്പറ്റ് തിയേറ്റർ പെർഫോമിംഗ്. ഇത് 100 രൂപയും. യെസ്, പെർഫോമിംഗ് സ്റ്റോറീസ് കളക്റ്റഡ് ബൈ ദി മദർ. ഓ ആളുടെ തന്നെ കഥ കാണിക്കട്ടെ. ഒരാളെ ഇരുന്ന് വരയ്ക്കണേക്ക് മറ്റേ കാർട്ടൂൺ സ്കെച്ച് വെച്ച് വരയ്ക്കണേ. സാധനമാണ് ഇത്. പനമെങ്കിൽ പനയുടെ അല്ല, എന്റെ സാധനം കറിയില്ല. തിന്നാൻ പറ്റുന്നതാണോ അറിയുന്നവര് കമന്റ് ചെയ്യാ. If you have seen this before and if you know what this is, comment ചെയ്യാം. എൻ്റെ ഇച്ചുവിനെ അറിഞ്ഞൂടാ, എനിക്കറിയില്ല. എന്നാലും what is this ഇച്ചു? You should not do that. ഇത് തിന്നാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. എടീ ആ ഇന്ത്യക്കാർ ഇത് ഇങ്ങനെ പിഴിഞ്ഞ് ജ്യൂസ് ആക്കുന്ന സാധനല്ലേ, അത് ഇതല്ലേ? നമ്മുടെ ക്രിക്കറ്റ് ഫാൻ ഇച്ചു ക്രിക്കറ്റ് കളി കാണാനായിട്ട് വണ്ടി ഇറങ്ങി വയ്ക്കാണ്. Oh God. എന്തെങ്കിലും ഇതാണോ എല്ലാവരും യൂണിഫോം ഇതൊക്കെ ഇട്ടുണ്ടല്ലോ. ഇതാണ് ഓറാവെല്ലി ബീച്ച്.
ഞങ്ങളിവിടെ ഭയങ്കര വൈബായിക്കുന്ന അടുത്ത റൂം എടുത്ത് ഇവിടെ സെറ്റ് ആണെന്ന് വിചാരിച്ചത്. ബട്ട് ഭയങ്കര അങ്ങനെ വൈബ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഇവിടെ. ഓപ്പൺ ഒരു ബീച്ച്, ദാറ്റ്സ് ഇറ്റ്. ബോട്ട് നമ്മുടെ ബാക്കിൽ ഒരു റിസോർട്ടാണ്. നമുക്ക് കയറി ടൗണായി അവിടെ ഒരു റിസോർട്ടായിരുന്നു. പക്ഷെ ഫുഡ് വെച്ചിട്ട് ഇനി ബാക്ക് എടുക്കണം. ഡോണ്ട് ഗോ. You have arrived. ഇതാണ് ഓറോവില്ല് ബീച്ച്. ഇവിടെ സ്വിമ്മിങ് ചെയ്യാം. സ്വിമ്മിങ് അല്ല, ഇവിടെ കടലിൽ ഇറങ്ങാൻ പറ്റും. ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. ഇവിടെ നമ്മുടെ നാട്ടിൽ തൊട്ട് സാധാ ഒരു ബീച്ച്. ഇവിടെ വന്ന സമയം കളയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.